ഓം ശാന്തി. ഒരിക്കലൊരു വേട്ടക്കാരൻ തൻ്റെ വല വിരിച്ച് കാത്തിരുന്നു. രാവിലെ വന്ന് കാത്തിരുന്ന് ഉച്ച കഴിഞ്ഞു. നിരാശനായി വിഷമിച്ച് മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് അറിയാതെ ഒരു തത്തയുടെ ശബ്ദങ്ങൾ കേൾക്കുകയാണ്. ഉടനെ തൊട്ടടുത്ത കുറ്റിക്കാട്ടിൽ വീണ്ടും പറഞ്ഞിരുന്നു. നെന്മണികൾ കണ്ടപ്പോൾ അത് തിന്നാൻ വേണ്ടി തത്ത വന്നിരിക്കുകയും ആ വലയിൽ കുരുങ്ങുകയും ചെയ്തു. തത്തമ്മ കുരുങ്ങിയപ്പോൾ സന്തോഷത്തോടെ അയാൾ ഓടിച്ചെന്നു. ആ വലയെടുത്ത് മാറ്റി തത്തേനെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അയാൾ തൻ്റെ കൂട്ടിലിട്ട തത്തയുമായിട്ട് അയാൾ പോവുകയാണ്. അപ്പോൾ ഈ തത്തമ്മയ്ക്ക് ഭയങ്കര സങ്കടം. തത്ത ചോദിച്ചു, എന്നെ നിങ്ങൾ എന്ത് ചെയ്യാനാണ് കൊണ്ടുപോകുന്നത് എന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു, കുറേ ദിവസമായിട്ട് ഞാൻ വല വിരിച്ചൊന്നിനും കിട്ടിയിട്ടില്ല. മാംസം കഴിച്ച് എത്ര നാളായി എന്നറിയോ? ഇന്ന് നിന്നെ കൊന്ന് ഞാൻ നിൻ്റെ മാംസം തിന്നെ ചെയ്യുമെന്ന് പറയും. തത്തയ്ക്ക് തല കറങ്ങും പോലെ തോന്നി. കൂട്ടിലത് സങ്കടത്തോടെ വീണ്ടും ഒന്ന് തലകുനിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തത്ത പറയുകയാണ്, ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വലിയൊരു ഗിഫ്റ്റ് ഞാൻ തരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്നെ വിടുമോ എന്ന് ചോദിക്കും. അപ്പോൾ പറയാം, ആ ഗിഫ്റ്റ് എന്താണെന്ന് കേൾക്കട്ടെ. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ 2 കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളെ സഹായിക്കുന്നതാണ്. അങ്ങനെ എന്നും നിങ്ങൾക്ക് സഹായിക്കുന്ന 2 കാര്യം ഞാൻ പറയാം, എന്നെ വെറുതെ വിട്ടാൽ മതി എന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും, കേൾക്കട്ടെ പറയുമെന്ന് പറയാണ്. അപ്പോൾ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം, ഒരാളൊരു കാര്യം പറഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അതിൽ പ്രഭാവിതരാവരുത്. ഉടനെ അത് വിശ്വസിക്കരുത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കി ആലോചിച്ച് പഠിച്ചിട്ടേ നിങ്ങൾ ചെയ്യാവൂ എന്ന് പറയും. ഇത് കേട്ടപ്പോൾ ഇയാൾക്ക് പുച്ഛം തോന്നും. ആവട്ടെ, ഇനി അടുത്തത് പറയുമെന്ന് പറയും. അപ്പോൾ പറയും, എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചാൽ അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് വിഷമിച്ചിരിക്കരുത്. ആ കാര്യം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോഴേ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ഇയാൾ കളിയാക്കിക്കൊണ്ട് പറയും, ഈ 2 കാര്യം പഠിച്ചിട്ട് നിനക്ക് നിൻ്റെ ജീവിതത്തെ രക്ഷിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇതുകൊണ്ട് ആർക്കും സഹായമൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നിന്നെ ഇന്ന് എൻ്റെ ഭക്ഷണമാക്കി എന്നെ ചെയ്യും. എനിക്കിതിനൊരു വിലയും തോന്നിയില്ല എന്ന് പറയും. അപ്പോൾ തത്തമ്മ മിണ്ടാതെ കുറച്ച് നേരം ഇരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ച് പറയും, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ സ്വതന്ത്രമാക്കിയാൽ സദാകാലത്തേക്ക് സമ്പന്നനാകത്തക്ക രീതിയിൽ ഒരിക്കലും തീരാത്തൊരു നിധി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ എന്നെ വെറുതെ വിടുമെന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും, അത് തീർച്ചയായിട്ടും വെറുതെ വിടുമെന്ന് പറയും. തത്തമ്മ പറയാം, എന്നെ കൂട്ടുനിന്ന് പുറത്തെടുക്കുന്നാലും എനിക്കത് പറയാൻ പറ്റുമെന്ന്. അങ്ങനെ കൂട്ടുനിന്ന് പുറത്തെടുത്തു. ഇയാൾ ഈ തത്തമ്മേനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. തത്തയ്ക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ തത്ത പറയും, ഞാൻ കഴിഞ്ഞ ആഴ്ച ആഹാരം തേടി പോകുമ്പോൾ റാണി കുളത്തിൽ കുളിക്കുന്നതായിട്ട് കണ്ടു. ഒരുപാട് അമൂല്യമായിരിക്കുന്ന ഒരു രത്നം റാണിയുടെ മോതിരത്തുമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ മോതിരം കണ്ടപ്പോൾ വളരെ ആഗ്രഹം തോന്നി. ഞാൻ അതിനെ കൊത്തിയെടുത്ത് എൻ്റെ കൂട്ടിലേക്ക് പറന്നു കൊണ്ടുവച്ചു. ആ കാണുന്ന മരത്തിലാണ് എൻ്റെ കൂടിരിക്കുന്നത്. ആ മരത്തിൻ്റെ മുകളിലുള്ള തുഞ്ചലാത്തിരിക്കുന്ന ആ കൂട്ടിൽ ആ മോതിരം ഇരിക്കുന്നുണ്ട്. ആ ഒരു രത്നം മതി നിന്നെ ജീവിതകാലം മുഴുവൻ സമ്പന്നനാക്കി മാറ്റാൻ. ആ രത്നം ഇപ്പോൾ റാണി മറന്നുപോയി, തത്ത കൊണ്ടുപോയതുകൊണ്ട് ആർക്കും കിട്ടില്ല എന്ന് ഉറപ്പായി. അതുകൊണ്ട് ആ രത്നം ഞാൻ നിനക്ക് തരാം. ജീവിതകാലം മുഴുവൻ സമ്പന്നനായി നിനക്ക് ജീവിക്കാം. നീ എന്നെ വെറുതെ വിടുമെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ തരാം, പക്ഷെ നീ വരുന്നെന്താ ഉറപ്പെന്ന് പറയും. എനിക്ക് ഉറപ്പായിട്ട് ഞാൻ പറയാം, എന്നെ വിട്ടില്ലെങ്കിൽ ആ മേലിരിക്കുന്ന കൂട്ടിപ്പോയിട്ട് എടുത്ത് കൊണ്ടുവരാൻ എനിക്ക് സാധ്യമല്ല. വിട്ടാൽ ഞാൻ കൊണ്ടുതരാം, ഇല്ലെങ്കിൽ പറ്റില്ല. ഇല്ലെങ്കിൽ ഞാനും മരിക്കും, നീ കഷ്ടപ്പാടിലൂടെ ജീവിക്കുകയും ചെയ്യുമെന്ന് പറയും. അപ്പോൾ അയാൾ ഉടനെ തന്നെ തത്തയുടെ പിടിവിട്ട് കൊടുക്കും. തത്ത പറന്ന് ആകാശത്ത് ഉയർന്നിട്ട് ഇയാളോട് തിരിച്ചു പറയുകയാണ്, ഇപ്പം തന്നെ ഞാൻ നിന്നോട് പറഞ്ഞു, ആരെയും നീ പെട്ടെന്ന് വിശ്വസിക്കരുത് എന്ന്. നീ പെട്ടെന്ന് തന്നെ എന്നിൽ പ്രഭാവിതനായി വിശ്വസിച്ചു. എൻ്റെ കയ്യിലൊരു രത്നമോതിരവും ഇല്ല, ഞാൻ അങ്ങനെ കൊത്തിക്കൊണ്ട് വെച്ചിട്ടുമില്ല. എനിക്ക് ജീവിക്കണം, അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതാന്ന് പറയും. അയാൾക്ക് ഭയങ്കര സങ്കടമാവും. അയാൾ ആ വല നിലത്തെറിഞ്ഞിട്ട് അവിടെ അങ്ങ് ഇരിക്കുകയാണ് വിഷമിച്ചുകൊണ്ട്. അപ്പോൾ രണ്ടാമത് പറഞ്ഞ കാര്യം ഓർക്ക്, കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇന്നൊക്കെ ആഹാരത്തിന് എന്തെങ്കിലും തേടി മുന്നോട്ട് പോകാൻ നോക്ക്. ഇനിയെങ്കിലും ആരിലും പ്രഭാവിതനാവാതെ ജീവിച്ചാൽ നിനക്ക് മുന്നോട്ട് പോകാമെന്ന്. വാസ്തവത്തിൽ ഈ കഥ 2 വലിയ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അതങ്ങ് വിശ്വസിച്ചുകൊണ്ട് എടുത്തു ചാടി പ്രവർത്തിക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നഷ്ടം വരുമ്പോൾ ആ നഷ്ടബോധത്തിൽ സ്വയം മറന്നുകൊണ്ട് ദുഃഖിക്കുക. ഈ 2 കാര്യങ്ങളാണ് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഫെയിലിയറിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ഈ 2 മൂല്യങ്ങളെ, തത്ത പറഞ്ഞതായിരിക്കുന്ന മൂല്യമായിരിക്കുന്ന 2 ഉപദേശത്തിനെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന നമുക്കും ജീവിതത്തിൽ സ്വാതന്ത്ര്യം തത്തയെപ്പോലെ സ്വതന്ത്രമായി ജീവിക്കാം. പ്രഭാവിതരാകാതെ വലയിൽ കുരുങ്ങാതെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുകയും ചെയ്യും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.